ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മദീനത്താണുള്ളത്. മദീനത്ത് വന്നത്. അപ്പോൾ മദീനത്തെ റൂമിലുള്ള. അപ്പോൾ ഇനി നമ്മൾ റൗദയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ റെഡിയായി ഇനി റൗദയിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ മദീനത്തെ ചെറിയ വിശേഷങ്ങളുമായി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക്. പക്ഷേ അതെല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അൽഹംദുലില്ലാ, അങ്ങനെ മദീനത്തെത്തി. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മക്കയും മദീനയും കാണണം. അൽഹംദുലില്ലാ, ഞാൻ സൗദിയിൽ വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി. നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഫാമിലിനെ ഞാൻ 3 മാസത്തേക്ക് ഉംറ വിസ എടുത്തിട്ട് മദീനയും മക്കയും കാണാനെന്നുള്ള ഉദ്ദേശം വെച്ച് അവരെ അൽഹംദുലില്ലാ ഇവിടെ കൊണ്ടുവന്നു. റാഹത്തായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. എൻ്റെ ഉമ്മയുടെ ആഗ്രഹമായി ഉണ്ടായിരുന്നു മക്കയും മദീനയും കാണണമെന്നുള്ളത്. പക്ഷെ എൻ്റെ ഉമ്മക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. കാരണം എൻ്റെ ഉമ്മ പാസ്പോർട്ട് എടുത്ത് വെച്ച് മക്കയും മദീനയും കാണണമെന്നുള്ള ആഗ്രഹം വെച്ചിരിക്കുന്ന ടൈമിൽ ഉമ്മാക്ക് പെട്ടെന്ന് ക്യാൻസർ വന്നിട്ട് ഉമ്മ നമ്മളെ വിട്ട്, ഈ ലോകം വിട്ട് ഉമ്മ പോയി. അതിൻ്റെ ഒരുപാട് സങ്കടമുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ. അൽഹംദുലില്ലാ, എല്ലാവരും ഞങ്ങളുടെ ഉമ്മാക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഞാനും എല്ലാവർക്കും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്നെക്കൊണ്ടാകുന്നത് ദുആ മാത്രമാണ്. ആ ദുആ ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫാമിലിയെ കൊണ്ടുവരണം, അവരെ മക്കയും മദീനയും കാണിക്കണം എന്ന ആഗ്രഹം. ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത്ര നാളും അത് നടന്നില്ല. അൽഹംദുലില്ലാ, ഇപ്പോൾ അവരെ കൊണ്ടുവരാൻ പറ്റി, അവരെ മക്കയും മദീനയും കാണിക്കാൻ പറ്റി. അതുകൊണ്ട് ആദ്യം തന്നെ പടച്ചവനോട് ദുആ. മദീനയും മക്കയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം മക്കയും മദീനയും കാണുക എന്നുള്ളത്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകൾ മക്കയും മദീനയും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പടച്ചവന് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇപ്പോൾ മദീനത്ത് വന്നപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ മദീനയിൽ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. മദീനത്ത് നമ്മൾ കാലുകുത്തി ബദർ യുദ്ധം നടന്ന സ്ഥലത്തും അതുപോലെ മദീന ഹറമിലെത്തിയപ്പോൾ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. കാരണം അത്രയും സൈലൻ്റ്, ഒരു വല്ലാത്തൊരു അനുഭൂതി. അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവൂ. എനിക്ക് അത്രയും ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഞാൻ അനുഭവിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. പടച്ചവനോട് എന്നെ, എൻ്റെ കുടുംബത്തെ ഇവിടെ എത്തിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇതൊരു ചെറിയ വീഡിയോ ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും മക്കയും മദീനയും കാണാനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ അൽഹംദുലില്ലാ, മദീനയും മക്കയും കണ്ട് ഞങ്ങൾ അവസാന ഘട്ടത്തിലാണ് മദീനത്തേക്ക് പോയത്. കാരണം എനിക്ക് ജോലി സമയം കുറഞ്ഞ സമയത്തെ ലീവ് കിട്ടിയ ടൈമിൽ ഞാൻ മദീനത്ത് പോയതാണ്. മദീനത്ത് പോയി വന്ന് സിയാറത്ത് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ജിദ്ദയിൽ വന്ന് അതിൻ്റെ അടുത്ത നാൾ ഫാമിലി നാട്ടിലേക്ക് ഞങ്ങൾ കയറ്റി അയച്ച്.
അൽഹംദുലില്ലാ അവരിപ്പം നാട്ടിലാണുള്ളത്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അൽഹംദുലില്ലാ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ചെറിയൊരു വീഡിയോ ആക്കിയതാണ്. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്തിന്. ഇനിയും ഞങ്ങളുടെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിർത്തുന്നു.